മഹാഭൂരിപക്ഷം കേന്ദ്രങ്ങളിലും സമരം നടന്നു കഴിഞ്ഞു. നമ്മളിവിടെ ഇന്ന് വൈകുന്നേരമാണ് ഈ സമരം നടത്തുന്നത്. ഒരു സമര സംഗമമാണ്. സാധാരണ വൈകുന്നേരത്തെ ഒരു സായാഹ്ന യോഗമോ അല്ല, ഒരു സമര സംഗമമായിട്ടാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുള്ളത്. ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം മാത്രമാണ് ഈ സമരത്തിന് ആധാരമായി സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ദുസ്സഹമായ വിലക്കയറ്റം തടയണം, ജനജീവിതത്തിന് ബുദ്ധിമുട്ട് ജനങ്ങളെ രക്ഷപ്പെടുത്തണം. ഇതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയം മാത്രമാണ് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ്, അത് BJP ആയാലും കോൺഗ്രസ് ഭരിക്കുന്ന ഗവൺമെൻറ്റിലും അനുവർത്തിക്കുന്ന രാഷ്ട്രീയ നയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇന്നത്തെ രൂക്ഷമായ ഈ വിലക്കയറ്റത്തിനും ദുസ്സഹമായ ജീവിതത്തിനും അടിസ്ഥാനമായി ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനം യുദ്ധത്തിൻ്റെ പ്രശ്നമാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഇത്രയും വില വരാനുള്ള കാരണം ഇറാൻ അമേരിക്ക യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്ന രൂപത്തിലേക്ക് മാത്രമാണ് ഇവർ ഉയർത്തിക്കൊണ്ടുവരുന്നത്. നമുക്കറിയാം, പശ്ചിമേഷ്യയിൽ നടന്നിട്ടുള്ള യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് സുഗമമായി കൊണ്ടുവരുന്ന തടസ്സമുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഫലമായി വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട്. ശരിയാണ്. പക്ഷെ അത് മാത്രമാണോ കാരണം? പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റത്തിന് അടിസ്ഥാനപരമായ നിരവധി പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ പെട്രോളിൻ്റെ വില 115 രൂപയാണ്. ഒരു ബാരൽ എണ്ണയ്ക്ക്, ഒരു ബാരൽ എന്ന് പറഞ്ഞാൽ 159 ലിറ്ററാണ്. ആ 159 ലിറ്റർ എണ്ണയ്ക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിനകത്ത് ഇപ്പോൾ ഉള്ളതിനേക്കാട്ടും വില കൂടുതലുണ്ടായിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. 2014 മോദി അധികാരത്തിൽ വരുമ്പോൾ അന്ന് $108 ആയിരുന്നു ഒരു ബാരൽ എണ്ണയ്ക്ക്. അന്ന് നമ്മുടെ രാജ്യത്തിൽ വിറ്റിരുന്ന പെട്രോളിൻ്റെ വില 71 രൂപയായിരുന്നു. അന്ന് നമ്മുടെ നാട്ടിൽ വെച്ചിരുന്ന ഡീസലിൻ്റെ വില 56 രൂപയായിരുന്നു. ഇന്ന് 115 രൂപയാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിലെ വില കൊണ്ട് മാത്രമാണ് ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ തെറ്റാണ് അത് പ്രകടിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ പലപ്പോഴും വില കൂടിയിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. കുറച്ചു മുമ്പ് ഉക്രൈനുമായി റഷ്യയുടെ യുദ്ധം ആരംഭിച്ച ഘട്ടത്തിൽ വിലക്കയറ്റമുണ്ടായി. ആ വിലക്കയറ്റമുണ്ടായപ്പോൾ നമുക്കറിയാമെന്ന ഇന്ത്യ രാജ്യത്തിലെ ഗവൺമെന്റ് 10 രൂപ വില കുറച്ചു നിൽക്കുന്ന രൂപത്തിലേക്ക് ഒരു സാഹചര്യം ഉണ്ടാക്കി. പക്ഷേ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കുറഞ്ഞപ്പോൾ വീണ്ടും വില കുറയ്ക്കാൻ തയ്യാറായില്ലല്ലോ. 115 രൂപയാണ് ഇന്ന് നമ്മൾ പെട്രോൾ വാങ്ങുന്നത്. 96 രൂപ സംതിങ് ആണെന്ന് ഡീസലിന്റെ വില. ഇതിന് അടിസ്ഥാനപരമായ കാരണം പ്രധാനമായ നികുതിയാണ്. ഏകദേശം പകുതിയോളം വരുന്ന നികുതി പെട്രോളിന്റെ ഉൽപ്പന്നത്തിന്റെ ചെലവുമായി ബന്ധപ്പെട്ട കണക്കൊന്നും നടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പകുതിയോളം വരുന്ന നികുതിയാണ് ഈ പെട്രോൾ ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കാനുള്ള അടിസ്ഥാനപരമായ കാരണം. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റാകെ തന്നെ വിഷമിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവും. നമുക്കറിയുന്ന കാര്യമാണ്. ഞാനിപ്പോൾ വരുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു ഉന്തുവണ്ടി കച്ചവടക്കാരൻ ഇപ്പോൾ എടപ്പാളിൽ കുറച്ച് ബ്ലോക്കായപ്പോൾ അയാളെ കണ്ടു. അപ്പോൾ അയാൾ പറയാണ് എന്നോട്, ഞാൻ 5 കിലോ അല്ല വണ്ടിയിൽ ഇങ്ങനെ ഉള്ളിയൊക്കെ വിൽക്കുന്ന ആൾ, 5 കിലോ ഉള്ളി 100 രൂപയ്ക്ക് കൊടുത്തിരുന്നതാണ്. ഇപ്പോൾ കൊടുക്കാൻ കഴിയുന്നില്ല. കാരണം അയാൾ വാങ്ങിക്കൊണ്ടുവരുന്ന സ്ഥലത്തിന് വില കൂടിയിട്ടൊന്നുമില്ല. തമിഴ്നാട്ടിൽ വില കൂടിയിട്ടൊന്നുമില്ല ഉള്ളിക്ക്. ഈ തമിഴ്നാട്ടിൽ ഇതേ ഉള്ളി 5 കിലോ എന്ന് 8 കിലോ കിട്ടും. കാരണം തമിഴ്നാട്ടിൽ പെട്രോളിന് ഈ നമ്മുടെ നാട്ടിനെക്കാട്ടി 4 രൂപ കുറവാണ് ഒരു ലിറ്ററിൻ്റെ മുകളിൽ. 108 രൂപ മാത്രമാണ്, ഒരു 4 രൂപയല്ല, 108 രൂപയാണ് തമിഴ്നാട്ടിനകത്ത് ഒരു പെട്രോളിന് ഉൾപ്പെടുന്നത്. കാരണം അവിടെ നികുതി വ്യത്യാസമുണ്ട്.
കേരളത്തിന് വ്യത്യസ്തമായ നീതി സമ്പ്രദായമാണ് അവിടെ ഉള്ളത്, വലിയ കുറവാണ് അവിടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും വില കുറയും. പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് കടത്തുകൂലി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ദുസ്സഹമാവുന്ന രൂപത്തിലേക്ക് ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുന്നു. പച്ചക്കറിയുടെ കാര്യം മാത്രമല്ല, എല്ലാ അവശ്യ സാധനങ്ങൾക്കും ഇപ്പോൾ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അറിയാതെ. കാരണം നമ്മൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ഇപ്പോൾ മലയാളിക്കൊരു സ്വഭാവമുണ്ട്, വിലയും ചോദിക്കാറില്ല. പരിപ്പ് വേണം, പയർ വേണം, അല്ലെങ്കിൽ വേറെ സാധനം വേണമെന്ന് പറയുന്നുള്ളൂ. അത് 1 കിലോ വേണം, 1 കിലോ വേണം എന്നൊക്കെ പറയുള്ളൂ. അതിൻ്റെ വില ചോദിക്കാറില്ല, മലയാളിയുടെ സ്വഭാവമാണ്. പക്ഷേ നമ്മൾ അറിയാതെ ഈ സാധനത്തിനൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം കടത്തുകൂലിയുടെ വർധനവാണ്. കടത്തുകൂലി വർധനവ് മാത്രമല്ല, യാത്രാക്കൂലി വർദ്ധിക്കാൻ പോവുകയാണ്. ബസുടമസ്ഥ സംഘക്കാർ ആവശ്യപ്പെട്ട് കഴിഞ്ഞു ചാർജ് വർദ്ധിപ്പിക്കണമെന്ന്. നമ്മുടെ ഓട്ടോറിക്ഷക്കാർ വലിയ വിഷമത്തിലാണ്. അവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച ആ ലിമിറ്റ് സംഖ്യയ്ക്ക് ഓടാൻ കഴിയില്ല. ചിലവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും, പക്ഷേ എന്നാലും നിയമപരമായിട്ട് അവർക്ക് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ കടത്തുകൂലി വർദ്ധിക്കുന്നൊരവസ്ഥ, യാത്രാക്കൂലി വർദ്ധിക്കുന്ന അവസ്ഥ, പല സാധനങ്ങളും കിട്ടാത്ത അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കാരണം ഈ സാധനം എൻ്റെ മാർക്കറ്റിനകത്ത് പോവില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ പല സാധനങ്ങളും കൊണ്ടാത്തൊരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കാർഷിക മേഖലക്കകത്താണെങ്കിൽ വലിയ തോതിലേക്കുള്ള പ്രതിസന്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വളം കിട്ടാനില്ല. ഇപ്പോൾ കിട്ടുന്ന വളത്തിൻ്റെ വലിയ വില, കാരണം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വളം നിർമ്മിക്കുന്നതിന് ആവശ്യമാണ്. സ്വാഭാവികമായും നമ്മുടെ സമ്പദ്ഘടനയെ ആകെ ബാധിക്കുന്ന രൂപത്തിലേക്കുള്ള പ്രശ്നങ്ങളായി ഈ വിലക്കയറ്റം വരികയാണ്. ഈ എണ്ണ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മുടെ രാജ്യത്തിലെ, ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് നമ്മുടെ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് നമ്മൾ കണ്ടെത്തിയിരുന്നു. ഏകദേശം 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ പല ഭാഗത്തും എണ്ണ കണ്ടെത്തിയിരുന്നു. ആ കണ്ടെത്തിയിട്ടുള്ള എണ്ണ കുഴിച്ചെടുക്കാനും അത് കുഴിച്ചെടുത്തുകൊണ്ട് കൃത്യമായ രൂപത്തിലേക്കുള്ള വിതരണം ചെയ്യാനും ആവശ്യമായ സംവിധാനത്തെ പറ്റിയൊക്കെ ചർച്ചയ്ക്ക് നടത്തിയിരുന്നു. ഒക്കെ പഴയ കാലങ്ങളൊക്കെ പഴയ ആൾക്കാർക്ക് അറിയാം. നമുക്ക് ഏകദേശം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ബോംബെ ഹൈവേ, അതുപോലെ തന്നെ ഗോദാവരി കൃഷ്ണ ഹൈവേ, അസമില്, ഇങ്ങനെ പല മേഖലക്കകത്തും എണ്ണ കണ്ടെത്തിയിരുന്നു. ആ എണ്ണ പൂർണ്ണമായിട്ടും കുഴിച്ചെടുത്ത് കൃത്യമായ രൂപത്തിൽ വിതരണം നടത്തുകയാണെങ്കിൽ ഇന്ത്യക്കകത്തുള്ള എണ്ണയുടെ ദൗർബല്യത്തിന് വലിയ തോതിലേക്കുള്ള ആശ്വാസം പകരാൻ സാഹചര്യമുണ്ടാകും എന്നാണ് അന്ന് നമ്മുടെ ഭരണാധികാരികൾ പറഞ്ഞിരുന്നത്. ബോംബെ ഹൈയിൽ മാത്രം 47,000 ബാരൽ എണ്ണ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് അന്ന് കണ്ടെത്തിയതാണ്. 47,000 ബാരൽ എന്ന് പറഞ്ഞാൽ എത്രയോ ആയിരക്കണക്കിന് ലിറ്റർ എണ്ണ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയിലേക്ക് ബോംബെ ഹൈയിൽ പറ്റും. ഇപ്പോൾ 13,500 ബാരൽ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന അവിടെ. അതിൽ വലിയ രാഷ്ട്രീയമുണ്ട്, റിലയൻസിന്റെ താല്പര്യങ്ങളുണ്ട്. കൃഷ്ണ ഗോദാവരി വലിയ തോതിലേക്കുള്ള എണ്ണ കണ്ടെത്തിയ സ്ഥലമാണ്. ആ എണ്ണ കണ്ടെത്തിയത് ONGC എന്ന് പറയുന്ന ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനമാണ്. അവിടെ കുഴിച്ചെടുക്കാൻ വേണ്ടി തീരുമാനമെടുത്തു, കുഴിച്ചെടുക്കാൻ വേണ്ടി ശ്രമം നടത്തി. ആ ഘട്ടത്തിലാണ് അന്നത്തെ ഗവൺമെന്റ്, കോൺഗ്രസ് ഗവൺമെന്റ്, അത് അദാനിക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചത്. അംബാനിക്ക് വിട്ടുകൊടുത്തു. നമുക്കെല്ലാം അത് വിവാദപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതാണ്. അത് വിട്ടുകൊടുക്കുന്നതിന് കോൺഗ്രസിനകത്ത് പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. കോൺഗ്രസിനകത്ത് അന്ന് വലിയ തോതിലേക്കുള്ള അഭിപ്രായ വ്യത്യാസ അടിസ്ഥാനത്തിൽ അന്നത്തെ മന്ത്രി മാറ്റേണ്ട സാഹചര്യം വന്നു. അയാൾ രാജിവെച്ചുപോയി, റെഡ്ഡി രാജിവെച്ചുപോയി. പകരം വന്ന മന്ത്രി മൊയ്ലിയെ കൊണ്ടുവന്നു. മൊയ്ലിയെ കൊണ്ടുവന്നതിന് ശേഷം ആ എണ്ണ മുഴുവനും അംബാനിക്ക് കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക്. അംബാനിയുടെ കയ്യിലാണ് ഇപ്പോൾ എണ്ണപ്പാടം കിടക്കുന്നത്. അത് കുഴിച്ചെടുക്കുന്ന എത്ര എണ്ണ കിട്ടുന്നുണ്ട് ഇന്ന് കൃത്യമായ കണക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ പരജോയ് ഗുഹ എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രമുഖനായ പത്രപ്രവർത്തനം എഴുതിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം വലിയ വിവാദപരമായിരുന്നു. അതിനകത്ത് എണ്ണ കൊള്ളയെ സംബന്ധിച്ചിടത്തോളം വലിയ വിശദമായി പറയുന്നുണ്ട്. ഞാൻ ഇതിന് കഥയിലേക്ക് കിടക്കുന്നില്ല. അങ്ങനെ എണ്ണ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുള്ള രാജ്യമായി ഇന്ത്യ മാറുന്ന ഘട്ടത്തിൽ ആ എണ്ണയുടെ ഉൽപ്പാദനവും വിതരണവും കോർപ്പറേറ്റുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന രൂപത്തിലേക്ക് ഇന്ത്യ ഗവൺമെന്റ് മാറി. അതിന് നേതൃത്വം കൊടുത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ കാലത്താണ് നടത്തുന്നത്. റിലയൻസിനെ സഹായിക്കുക മാത്രമല്ല, ആ റിലയൻസിന് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്തു.
എണ്ണ വാങ്ങാൻ പാടില്ല, വെനീസിന് എണ്ണ വാങ്ങാൻ പാടില്ല എന്ന് അമേരിക്ക പറഞ്ഞപ്പോൾ റഷ്യയിൽ നിന്നും വെനീസുലയിൽ നിന്നും ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിയിട്ടുള്ള കണക്ക് പുറത്തു വന്നപ്പോൾ അത് അംബാനിയാണ്. അംബാനി 40% റഷ്യൻ എണ്ണയ്ക്ക് വിലക്കുറവാണ്. ആ 40% വിലക്കുറവുള്ള റഷ്യയുടെ ക്രൂഡ് ഓയിൽ വാങ്ങി തൻ്റെ റിഫൈനറി ആയിട്ടുള്ള ഗുജറാത്തിലെ റിഫൈനറിക്കകത്ത്, ജാംനഗർ റിഫൈനറിക്കകത്ത് ലോകത്തിലെ 2ാമത്തെ പ്രധാനപ്പെട്ട റിഫൈനറിയാണത്. അവിടെ നിന്ന് തന്നെ റിഫൈൻ ചെയ്ത് അന്താരാഷ്ട്ര മാർക്കറ്റും കേരളത്തിലും ഇന്ത്യയിലും എല്ലാം വിൽപ്പനയ്ക്ക് നടത്തുകയാണ് ഇപ്പോൾ അംബാനി. ആൾക്ക് സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കാനുള്ള അവസരം കൊടുത്തത്.